കിനാവിന്റെ തീരത്ത് ഭാഗം 84-85. അതാരാണെന്ന് സുധിയേട്ടൻ അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നും. ആരാത്? ആകാംക്ഷയോടെ സുധി ചോദിച്ചു. അർജുൻ. അവളുടെ ആ തുറന്നു പറച്ചിൽ വീണ്ടും സുധിക്കൊരു പ്രഹരം ഏൽപ്പിക്കുന്നതായിരുന്നു. ഒരു ഞെട്ടലോടെ സുധി അവളുടെ മുഖത്തേക്ക് നോക്കി. നമ്മുടെ അർജുനോ? അതെ. നിങ്ങൾ നമ്മളെ എങ്ങനെ പരിചയപ്പെട്ടു? അവിശ്വസനീയതയോടെ വീണ്ടും അവൻ ചോദിച്ചു. അർജുൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുജൻ എനിക്കൊപ്പം കോളേജിലായിരുന്നു പഠിച്ചത്. അവനെ കാണാനോ മറ്റോ വന്നപ്പോൾ ഒരിക്കലും അവിചാരിതമായി എന്നെ കണ്ടതാ. പിന്നെ കുറേ നാളെൻ്റെ പുറകെ നടക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഒരു ശല്യക്കാരനാണെന്ന് ഞാൻ കരുതിയത്. പിന്നെ ഒരിക്കൽ നേരിട്ട് വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. കുറേ വട്ടം അർജുൻ എൻ്റെ പുറകെ നടന്നപ്പോഴും എന്നെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും അർജുൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ഞാൻ വരുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിലുണ്ടാവും. അതുപോലെ വൈകുന്നേരം എന്നെ കാണും, തിരിച്ചു പോകും. അത്രയേ ഉള്ളൂ. അങ്ങനെയായപ്പോൾ സുഹൃത്തുക്കളിൽ തന്നെ ചിലർ പറഞ്ഞു അത്രയ്ക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ഒക്കെ എന്നെ എപ്പോഴും ഇങ്ങനെ കാണാൻ വരുന്നത്. അങ്ങനെ ഒരിക്കൽ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ സാഹചര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതാണ്. പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ സുധിയേട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് അവൻ തന്നോട് എന്തെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചോ? പെട്ടെന്ന് ആകാംക്ഷയും ആധിയും കയറുന്നുണ്ടായിരുന്നു സുധിക്ക്. അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ഇന്നാണ് അർജുനെ കാണുന്നത്, വീട്ടിൽ വെച്ച്. അർജുൻ സുധിയേട്ടൻ്റെ ബന്ധുവാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വിവാഹം പോലും നടക്കുമായിരുന്നില്ല. ഇനി ഒരിക്കൽ പോലും ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് മുൻപിൽ വന്നു നിന്നത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വലിയ പരീക്ഷണം കൂടി എന്നെ കാത്തിവിടെ നിൽക്കുന്നുണ്ടെന്ന്. അവളുടെ വാക്കുകൾ കേട്ട് എന്തു മറുപടി പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു സുധി. അവനെന്നിട്ട് കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാ ഞാനെല്ലാം സുധിയേട്ടനോട് തുറന്നു പറഞ്ഞത്. അതുമാത്രമല്ല, എന്നെ പരിചയമില്ലാത്ത രീതിയിലല്ലേ സുധിയേട്ടന് മുൻപിൽ അവൻ നിന്നത്. അപ്പോൾ ഞാൻ കൂടി പറയാതിരുന്നാ സുധിയേട്ടനെ പറ്റിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവളുടെ ആ വാക്ക് അവനിൽ അല്പം ആശ്വാസം നിറച്ചിരുന്നു. സാരമില്ല മീര, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വരും. അതിലൊന്നായിരുന്നു ഇതെന്ന് കരുതിയാൽ മതി. അതെന്നോട് തുറന്നു പറയാനുള്ള ഒരു മനസ്സ് താൻ കാണിച്ചല്ലോ. അതിനപ്പുറം മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സുധിയേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷം ഒരിക്കലും ഞാൻ അർജുനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സുധിയേട്ടനെ ഉൾക്കൊള്ളാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ മനസ്സ് തുറന്ന് സുധിയേട്ടനെ സ്നേഹിച്ചതിന് ശേഷം എൻ്റെ ചിന്തകളിൽ പോലും അർജുൻ വന്നിട്ടില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ ഒരു കുമ്പസാരത്തിൻ്റെ ആവശ്യം എനിക്ക് മുൻപിൽ തനിക്കില്ല മീര. അങ്ങനെയൊരു ചിന്ത തന്നിലില്ല എന്ന് താനിക്കാര്യം എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇന്നലെകളിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചവരാണ്. ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടവരാണ്. പക്ഷേ ഇന്ന് രണ്ടുപേരും രണ്ട് ജീവിതത്തിലാണ്. ഇനിയും ജീവിതത്തിൽ അവനെ കാണും, കാണാതിരിക്കാൻ തനിക്ക് സാധിക്കില്ല. അപ്പോഴൊക്കെ സാധാരണ പോലെ നീ പെരുമാറിയാൽ മതി. പക്ഷേ എനിക്ക് അവനെ കാണണ്ട സുധിയേട്ടാ. അവനെ കണ്ടാൽ എനിക്ക് ആ കാലഘട്ടങ്ങൾ ഓർമ്മിക്കുന്നത് കൊണ്ടല്ല. അങ്ങനെ പോലെ സുധിയേട്ടനെ ഞാൻ സ്നേഹിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്ന് ഓർമ്മിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പരമാവധി സുധിയേട്ടൻ അവനുമായുള്ള ചങ്ങാത്തം ഒഴിവാക്കണം. എനിക്കത് ഇഷ്ടമല്ല. ഇന്ന് വരെ ഒരു കാര്യവും സുധിയേട്ടനോട് ഞാൻ അരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് കവിഞ്ഞ ഈ സ്വാതന്ത്ര്യം ഈ വീട്ടിൽ സുധിയേട്ടൻ അവന് കൊടുക്കരുത്. അത് നല്ലതിനാവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് ചിലപ്പോൾ എൻ്റെ ജീവിതം തന്നെ തകർക്കാൻ കെൽപ്പുള്ള ഒന്നായി മാറും എന്ന് ഞാൻ ഭയക്കുന്നു. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? അവനെ കാണുമ്പോൾ തനിക്ക് പഴയ പ്രണയം ഓർമ്മ വരുമെന്ന് ഞാൻ വിചാരിക്കുമെന്നാണോ? അല്ലെങ്കിൽ താൻ എന്നെ വഞ്ചിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നോ? സുധിയേട്ടൻ അങ്ങനെ ചെയ്യുമെന്നോ ഞാൻ അവനെ പ്രണയിക്കുമെന്നോ അല്ല ഉദ്ദേശിച്ചത്. ഒരിക്കൽ സ്നേഹിച്ചവരാണ്, ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. അവർ വീണ്ടും ഒരുപാട് തവണ കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കണ്ടാൽ അതിനർത്ഥം വീണ്ടും പ്രണയത്തിലാകും എന്നല്ല. അത് രണ്ടുപേർക്കും നൽകുന്ന അസ്വസ്ഥത ഒരുപോലെ ആയിരിക്കും. മാത്രമല്ല, നമുക്കിടയിൽ അർജുനുണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ മനസ്സും മാനസികാവസ്ഥയും. അതിനുവേണ്ട പരിഹാരം ഞാൻ ചെയ്തോളാം. പക്ഷേ അർജുൻ ഇങ്ങോട്ട് വരരുത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല മീര. തനിക്കറിയാലോ, അർജുൻ ചെറിയച്ഛൻ്റെ മകനാണ്. ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമാണ്. കുറച്ചു കാലങ്ങൾ മുമ്പ് വരെ ചെറിയച്ഛനും കുടുംബവുമായി അമ്മയ്ക്ക് വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അർജുൻ ഇവിടെ വരരുതെന്ന് എനിക്ക് കടുംപിടുത്തം പിടിക്കാൻ സാധിക്കില്ല. അവൻ്റെ സാന്നിധ്യം തനിക്കുണ്ടാകുന്ന അസ്വസ്ഥത മാറ്റിത്തരാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം. അതിനപ്പുറം എനിക്കിപ്പോൾ തനിക്ക് മറ്റൊരു വാക്കും തരാൻ പറ്റില്ല. പിന്നെ എൻ്റെ മുൻപിൽ ഒന്നുമില്ലാത്തതുപോലെയല്ലേ അവൻ നിന്നത്. ഞാനും ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല. എനിക്കൊന്നും അറിയില്ല. ജീവിതത്തിൽ ആരും ഇല്ലെന്ന് കുറച്ച് മുൻപ് വരെ ഞാൻ കരുതിയിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി
എനിക്ക് ആരുമില്ലെങ്കിലും താനുണ്ടാവും. മനസ്സുകൊണ്ട് പോലും എന്നെ ചതിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തൻ്റെ ശരീരത്തിൽ തൊട്ട നിമിഷം തന്നെ തനിക്ക് ഇക്കാര്യം എന്നോട് പറയണമെന്ന് തോന്നിയെങ്കിൽ ആ മനസ്സിൻ്റെ പരിശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് വരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എല്ലാവരും നന്നാകണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആർക്കും ഒരു വിഷമങ്ങൾ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള എന്നോട് ഈശ്വരന്മാർ പരീക്ഷണങ്ങൾ മാത്രമാണല്ലോ കാണിക്കുന്നതെന്ന് ഞാൻ കരുതി. എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമില്ലല്ലോ എന്ന് ഞാൻ കുറച്ചു മുമ്പ് കൂടി ചിന്തിച്ചതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശ്വരൻ തന്ന ഏറ്റവും വലിയ സമ്പാദ്യവും സമ്മാനവും താനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൻ്റെ മനസ്സ് മാത്രം മതി, എനിക്ക് മറ്റ് സമ്പാദ്യങ്ങളൊന്നും വേണ്ട. എൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇനി എനിക്ക് ജീവിക്കാമല്ലോ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അവൾ തൻ്റെ കൈകളാൽ അത് തുടച്ചു കൊടുത്തു. സുധിയേട്ടനിപ്പോൾ ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ഇതിനിടയിൽ ഇക്കാര്യം കൂടി പറഞ്ഞ് മനസ്സ് തകർക്കണ്ട എന്ന് ഞാൻ കരുതിയത്. പക്ഷേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ സുധിയേട്ടൻ ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്കൊരു തോന്നൽ. സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെ എൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. ഇപ്പോൾ ഇക്കാര്യം താൻ തുറന്നു പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സ് ഒന്ന് തണുത്തത്. എനിക്ക് വേണ്ടി ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം. അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞപ്പോൾ ആ നിമിഷം അവളും കരഞ്ഞുപോയിരുന്നു. എത്ര സമയം അങ്ങനെ നിന്നു എന്ന് അവൾക്കറിയില്ല. ഇടയ്ക്കെപ്പോഴും ആശ്വാസത്തിൻ്റെ ചുംബനങ്ങൾ വികാരത്തിൻ്റെ അഗ്നിയിൽ വീണു. പിന്നെ അത് തനുവിനെ ചൂടുപിടിപ്പിക്കാൻ തുടങ്ങി. ശരീരങ്ങൾ വിയർത്തു. ഒടുവിൽ ഒരു നൊമ്പരത്തോടെ അവൻ അവളിൽ ചേർന്ന് രണ്ടുപേരുടെയും വേദനകൾക്കുള്ള ഒരു പരിഹാരമായി ആ പ്രണയം ഇരുവരുടെയും ശരീരത്തിലൊഴുകി. ആ കിടപ്പിൽ കിടന്ന് തന്നെ രണ്ടുപേരും ഉറങ്ങിപ്പോയിരുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാരം അത്രമേലുണ്ടായിരുന്നു രണ്ടുപേർക്കും. ഒരു 4 മണിയോടെ സതിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് മീര കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്നെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്നവനെയാണ് ആദ്യം കണ്ടത്. കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ച് ഒരു നിമിഷം അവൾ ഓർത്തു. വലിയൊരു ഭാരം മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച സന്തോഷത്തോടെ വസ്ത്രങ്ങൾ നേരെയിട്ടതിനു ശേഷം അവൾ മുറി തുറന്നു. നോക്കിയപ്പോൾ സതി അവിടെ നിൽപ്പുണ്ട്. അവളുടെ മുഖത്തേക്ക് നോക്കി താല്പര്യമില്ലാതെ സതി പറഞ്ഞു, കെട്ടിയോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ മുറി അടച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇതേ ഒരു കൂട്ടുകുടുംബമാണ്. ഇങ്ങനെ കെട്ടിയോൻ്റെ ചൂടും പിടിച്ച് ഏത് സമയം മുറിയിൽ കയറിയിരിക്കുന്നത് നല്ല സ്വഭാവമല്ല. ചോറ് കഴിച്ചു കഴിഞ്ഞ് അന്നേരം മുറിക്കകത്ത് കയറിയതാണല്ലോ. ചായ കുടിക്കാൻ നേരമായപ്പോൾ ഞാൻ വന്ന് വിളിച്ചു. ഇങ്ങനെ സമയാസമയം എല്ലാ കാര്യത്തിനും ഞാൻ വന്ന് വിളിക്കണമായിരിക്കും. അതിനായിരിക്കുമല്ലോ വന്ന ഉടനെ അവൻ്റെ ചെവി കടിച്ചു പറിച്ച് അവനോട് എൻ്റെ 100 കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തത്. ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, അവനെയും കൂട്ടി വാ. അത് കുടിച്ചിട്ട് വന്ന് മുറി അടച്ച് കുറച്ചു നേരം കൂടെ കെട്ടിയോനെയും കെട്ടിപ്പിടിച്ച് അതിനകത്തിരിക്ക്. വൈകിട്ട് കഴിക്കാറാവുമ്പോൾ ഞാൻ വന്ന് വിളിക്കാം. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് സതി ഇറങ്ങിയപ്പോൾ അവൾക്ക് വല്ലാഴിക തോന്നിയിരുന്നു. മനസ്സിന്റെ വിഷമം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതിരുന്നത്. താൻ പറയാൻ പോകുന്നതൊക്കെ കേൾക്കുമ്പോൾ സുധി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഭയം. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും സതി പറഞ്ഞത് കേട്ട് അവൾ ചൂളിപ്പോയിരുന്നു. മോശമായി എന്ന് അവൾക്ക് തോന്നി. താൻ അങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കാൻ പാടില്ലായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം സുധിയേട്ടനെ കണ്ടപ്പോൾ ആ സാന്നിധ്യം താൻ ഒരല്പം കുതിച്ചു എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് സുധിയേട്ടൻ നിർബന്ധിച്ചപ്പോൾ അരികിൽ തന്നെ ഇരുന്നത്. സതി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. താൻ ചെയ്തത് മോശമാണ്. വന്നു കയറിയ നിമിഷം മുതൽ സുധിയേട്ടൻ്റെ ഒപ്പമായിരുന്നു. ഒരു നിമിഷം മറ്റെല്ലാം താൻ മറന്നുപോയിരുന്നു. എന്നാൽ ജോലി ചെയ്യാനായി അടുക്കളയിലേക്ക് ചെന്ന് തന്നോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞതും സതി തന്നെയാണ്. സുധിയേട്ടൻ എന്തോ കാര്യമായി അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നും അതവരിൽ ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും വ്യക്തമായി തന്നെ മീരയ്ക്ക് മനസ്സിലായി. അതിൻ്റെ പിണക്കമാണ് തന്നോട് കാണിക്കുന്നത്. സാധാരണ തന്നോട് ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കുന്നത് സുധി ഇല്ലാത്തപ്പോഴാണ്. സുധിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇത്രയും ദേഷ്യം തന്നോട് കാണിക്കണമെങ്കിൽ സുധിയേട്ടൻ എന്തോ കാര്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾക്ക് തോന്നിയിരുന്നു. എല്ലാ കുറ്റവും തൻ്റെ മുകളിലാണ് അമ്മ വയ്ക്കുന്നത്. ബാത്റൂമിലേക്ക് പോയി മുഖം നന്നായി ഒന്ന് കഴുകി, ഒപ്പം തന്നെ ദേഹവും നന്നായി ഒന്ന് കഴുകി. അത് കഴിഞ്ഞു വന്നതാണ് അവൾ സുധിയെ വിളിച്ചത്. സുധിയേട്ടാ, എഴുന്നേറ്റേ. എന്തൊരു കിടപ്പാ ഇത്? സമയം 4:30 ചായ കുടിക്കാൻ നോക്ക്. അവൾ വിളിച്ചപ്പോൾ കണ്ണു തിരുമ്മി അവൻ എഴുന്നേറ്റു. കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് സ്ഥലകാല ബോധം അവന് വന്നത്. മുറിയിലേക്ക് ആകപ്പാടെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തേക്ക് നോക്കി. നീ എപ്പോഴാ എഴുന്നേറ്റ് പോയത്? ഞാൻ അറിഞ്ഞുപോലുമില്ലല്ലോ. അമ്മയാ എന്നെ വന്ന് വിളിച്ചത്. നാണക്കേടായിപ്പോയി. ഞാനിങ്ങനെ പകല് സുധിയേട്ടൻ്റെ കൂടെ മുറി കയറി അടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമായിപ്പോയി അല്ലേ സുധിയേട്ടാ? നാണത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ ഒരു കുസൃതി ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. കഥ കടച്ചിരിക്കുകയാണെന്ന് ഉറപ്പുവരുത്തി ഒറ്റ വലിക്ക് തന്നെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നീ അല്ലാതെ പിന്നെ വേറെ ആരാ എൻ്റെ കൂടെ ഇവിടെ മുറിയിൽ കയറിയിരിക്കുന്നത്? അതിലിപ്പോൾ എന്താ എത്ര നാണക്കേട്? ഞാൻ എത്ര കാലം കൂടി വരുന്നതാണ്. അപ്പം പിന്നെ
എനിക്കെൻ്റെ ഭാര്യയും കെട്ടിപ്പിടിച്ച് ഒരു പകലുറക്കം ഉണ്ടാവില്ലേ ആഗ്രഹം? അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും. ചിരിയോടെ അത് പറഞ്ഞ് ഏറെ പ്രണയത്തോടെ അവൻ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകിയിരുന്നു. കണ്ണുകളടച്ചാണ് അവൾ അത് സ്വീകരിച്ചത്. അവൻ്റെ താടിരോമങ്ങൾ മുഖത്തെ ഇക്കിളി കൂട്ടി. അത് പതിയെ കഴുത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവൾ തന്നെ അവനിൽ നിന്നും അകന്നു മാറി. എഴുന്നേക്ക് സുധിയേട്ടാ, സമയം ഒരുപാടായി. അമ്മ വന്ന് എത്ര നേരമായെന്നറിയോ? ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോയതാ. ചായ തണുത്ത് കാണും. മുഖം കഴുകി ചായ കുടിക്കാൻ അങ്ങോട്ട് വാ. ഞാനിനി ഇങ്ങോട്ട് വരില്ല കേട്ടോ. അത്രയും പറഞ്ഞ് അവൻ്റെ കവിളിൽ ഒരു നേർത്ത ചുംബനം നൽകി അവൾ അടുക്കളയിലേക്ക് പോയിരുന്നു. മനസ്സിൽ ഒരു വലിയ സമാധാനം വന്നതുപോലെ. ആ പ്രിയ സത്യങ്ങളാണെങ്കിലും ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സതിനെ അംഗീകരിക്കാൻ തയ്യാറാകും. അത്തരൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ താൻ കടന്നു പോകുന്നത്. കുറച്ചു മുമ്പ് തൻ്റെ മനസ്സിൽ വളരെയധികം പ്രഹരങ്ങളേറ്റിരുന്നു. എല്ലാം കൂടി ഒരുമിച്ച് കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്നാലിപ്പോൾ മനസ്സിന് കുറച്ച് ആശ്വാസമുണ്ട്. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മുഖം നന്നായി ഒന്ന് കഴുകി സുധി നേരെ ഡൈനിങ് റൂമിലേക്ക് പോയി. അവിടെ സതിയും അവനെ കാത്തിരിക്കുകയാണ്. അവൻ ഇഷ്ടപ്പെട്ട ഇലയടയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിക്കുമ്പോഴേക്കും ചൂട് ചായയുമായി മീര വന്നിരുന്നു. താൻ കൂടി ഇരുന്ന് കുടിക്ക്. സുധി അത് പറഞ്ഞതും സതിക്ക് തീരെ ഇഷ്ടമായില്ല എന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ മീരയ്ക്ക് മനസ്സിലായി. അത് സുധിക്കും മനസ്സിലായിരുന്നു. എങ്കിലും അവൻ അവരെ ഗൗനിക്കാതെ അവൻ്റെ അരികിലുള്ള കസേര അവൾക്ക് നേരെ ഇട്ടുകൊടുത്തു. പെട്ടെന്നാണ് സുധി അത് ശ്രദ്ധിച്ചത്. കഴിഞ്ഞ തവണ താൻ വന്നപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത 3 പവൻ്റെ മാല കഴുത്തിലില്ല. അതിനു പകരം ഒരു നേർത്ത ചെയിനിൽ കോർത്ത മാലയാണ് ഇട്ടിരിക്കുന്നത്. അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ കൊണ്ടുതന്ന മാല അമ്മ അതെന്ത് ചെയ്തു? ആ മാലയല്ലല്ലോ ഇത്. പെട്ടെന്ന് അവരുടെ മുഖത്തും ഒരു പരിഭ്രമം പേടിയും ഒക്കെ നിറഞ്ഞിരുന്നു. എങ്കിലും അത് സമർത്ഥമായി മറച്ചുവെച്ചു. അവർ പറഞ്ഞു, അത് പിന്നെ അന്ന് സുഗന്ധി നിന്നോട് കുറച്ച് പണം ചോദിച്ചിരുന്നില്ലേ? നിന്റെ കയ്യിലത് കൊടുക്കാനുണ്ടായിരുന്നില്ലല്ലോ. അവൾക്ക് ആ വീട്ടിൽ നിൽക്കേണ്ടതല്ലേ മോനെ? എന്തെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? ഞാൻ പിന്നെ ആ മാല അവൾക്കങ്ങ് കൊടുത്തു. എൻ്റെ കയ്യിൽ ശ്രീകുട്ടിയുടെ ഒരു പഴയ മാല ഇരിപ്പുണ്ടായിരുന്നു. അതായത് നീ വരുമ്പോൾ ഇത് മാറ്റി നിന്നെക്കൊണ്ട് പുതിയ ഒരെണ്ണം പിന്നീട് പൈസ ആകുമ്പോൾ വാങ്ങിപ്പിക്കാമല്ലോ എന്ന് ഓർത്തു. ഒരു കൂസലുമില്ലാതെ അവർ പറയുന്നത് കേട്ടപ്പോൾ അവന് ദേഷ്യമാണ് തോന്നിയത്. 3 പവൻ്റെ മാല അവൾക്ക് കൊടുക്കുമ്പോൾ അമ്മ എന്നോടൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ? അല്പം നീരസത്തോട് തന്നെ സുധി പറഞ്ഞിരുന്നു. പെട്ടെന്ന് എന്തു പറയണോ എന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു സതി. നിന്നെക്കൊണ്ട് കാശ് കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാളെ അവൾക്കതൊരു പേരുദോഷമല്ലേ? കെട്ടിച്ചു വിട്ട വീടല്ലേ? നിനക്ക് തന്നെ അതിൻ്റെ നാണക്കേട്. നീ തന്നതാണെന്ന് പറഞ്ഞ് ഞാൻ ആ മാല അവൾക്കങ്ങ് കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് മാലയൊക്കെ എന്തിനാ? ഞാൻ ഈ നൂലിട്ടോളാം. എനിക്കിനി പുതിയ മാല വാങ്ങിത്തരുന്നത് ഓർത്തിട്ടാണ് നീ ഈ കണക്ക് പറയുന്നതെങ്കിൽ അത് വേണ്ട, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഒക്കെ പ്രശ്നം തീർന്നു. ഇനി പുതിയ മാല വേണമെന്ന് അമ്മ എന്നോട് പറയരുത്. എൻ്റെ കയ്യിൽ ഒരു നീക്കിയിരിപ്പുമില്ല. അവൻ്റെ മറുപടി കേട്ട് പെട്ടെന്ന് സതി ഞെട്ടിപ്പോയിരുന്നു. അവൻ അങ്ങനെ എടുത്തടിച്ചു പറയുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാനിരിക്കായിരുന്നു. ശ്രീജിത്തിനൊരാഗ്രഹം നിന്നോട് സൂചിപ്പിക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ നീ വന്ന സ്ഥിതിക്ക് നിന്നോട് പറയാമെന്ന് ഞാനും വിചാരിച്ചു. ശ്രീകുട്ടിയുടെ പഠിപ്പ് ഇക്കൊല്ലം കഴിയും. പിന്നെ വേറെ ബാധ്യതകളൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ വീട് പണയപ്പെടുത്തി കുറച്ച് കാശെടുക്കാമെന്നാണ് അവൻ പറയുന്നത്. അത് കഴിഞ്ഞ് വീടങ്ങ് പൊളിച്ചു പണിയാമെന്ന്. നമുക്ക് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ നല്ല വീടില്ലാത്തത്. എന്താ നിന്റെ അഭിപ്രായം? പ്രതീക്ഷയോടെ സതി അവനോട് ചോദിച്ചു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.